വചനത്തിന് മാറ്റമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം മാറ്റങ്ങൾ വരുത്തും. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ദൈവവചനം രൂപാന്തരം ഉണ്ടാക്കും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമായ ഈ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരാത്മീയ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്തമായ ആവശ്യങ്ങളുടെ മുൻപിൽ വ്യത്യസ്തമായ പ്രാർത്ഥനയോടെ ആയിരിക്കും നാം ആയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ സ്വർഗം ഇന്ന് മറുപടി നൽകും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വിശുദ്ധീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ യേശു പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു. ഒരു സൗഖ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യം ആക്കുന്നു. ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരായി തീരുന്നു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റാൻ കഴിയാത്ത രോഗമില്ല. ദൈവത്തിന്റെ വചനത്തിന് അഴിക്കുവാൻ കഴിയാത്ത ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തിന് വിശുദ്ധീകരിക്കാൻ കഴിയാത്ത പാപിയില്ല. ഇന്ന് രാത്രിയിൽ എന്റെ സകല ചോദ്യങ്ങൾക്കും ദൈവത്തിന്റെ വചനത്തിൽ എനിക്ക് മറുപടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാം.